നമസ്കാരം. ഇന്നത്തെ പ്രധാന അടൂർ ഗോപാലകൃഷ്ണൻ പ്രശംസിച്ചും മുഖ്യമന്ത്രി. അടൂർ ഇതിഹാസതുല്യൻ. അടൂർ പുത്തൻ സിനിമാ സങ്കല്പത്തിന് നിലനിൽപ്പ് നേടിക്കൊടുത്തയാൾ. അടൂർ ഗോപാലകൃഷ്ണന്റെ ഇരിപ്പിടം ഒഴുക്കിനെതിരെ നീന്തി നവഭാവകത്വം പണിതവരുടെ കൂട്ടത്തിലായിരിക്കും. ആ ഔന്നത്യം തന്നെയാണ് മലയാള ചലച്ചിത്ര ശാഖയെ സ്വയംവരത്തിന് മുൻപും സ്വയംവരത്തിന് ശേഷവും എന്ന തരത്തിൽ വിഭജിക്കുന്നത്. സ്ഥാപിത താല്പര്യങ്ങളോടെയുള്ള മാധ്യമ പ്രവർത്തനങ്ങൾക്കെതിരെ നീന്തി എന്നും നേരിൻ്റെ പക്ഷത്ത് നിലയുറപ്പിച്ച ദേശാഭിമാനിയുടെ പേരിലുള്ള പുരസ്കാരം അദ്ദേഹത്തിൻ്റെ കൈകളിലേക്ക് എത്തിച്ചേരുന്നതിൽ തീർച്ചയായും പ്രത്യേകമായ ഔചിത്യ ഭംഗിയുണ്ട്. മലയാള ചലച്ചിത്ര ചരിത്രത്തെ സ്വയംവരത്തിന് മുൻപും ശേഷവുമെന്ന് വിഭജിക്കാമെന്ന് പറഞ്ഞുവല്ലോ. എന്താണ് അതിൻ്റെ അടിസ്ഥാനം? അതുവരേക്കും നമ്മുടെ സിനിമ സംസാരിച്ചിരുന്നത് കഥാപാത്രങ്ങളിലൂടെയായിരുന്നു. സിനിമയ്ക്ക് പറയാനുള്ളതെല്ലാം കഥാപാത്രങ്ങളുടെ സംഭാഷണങ്ങളായി പുറത്തു വരുന്ന രീതി. എന്നാൽ സ്വയംവരം ഇതിനെല്ലാം ഒരു മാറ്റം കൊണ്ടുവന്നു. സിനിമ ദൃശ്യഭാഷ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന കലാരൂപമാണെന്ന ആശയം അരക്കിട്ടുറപ്പിക്കുന്നതിൽ അടൂർ ഗോപാലകൃഷ്ണന്റെ തുറന്നുള്ള ചിത്രങ്ങൾ വഹിച്ച പങ്ക് വളരെ വലുതാണ്. വിവരങ്ങളുമായി വി വിനോദ് ചേർന്നു. വിനോദ്, പുരസ്കാരദാന ചടങ്ങിൽ ഉള്ള സംഭാഷണത്തിനപ്പുറത്തേക്ക് എപ്പോഴെങ്കിലും പരസ്യമായോ അല്ലാതെയോ കെ.ആർ. നാരായണൻ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ വിവാദം പരാമർശിക്കപ്പെടുകയുണ്ടായോ മുഖ്യമന്ത്രിയുടെ വാക്കുകളിൽ? ഏത് രീതിയിലാണ് അദ്ദേഹത്തിന്റെ വാക്കുകളെ വ്യാഖ്യാനിക്കേണ്ടത്? അപർണ, ഇൻസ്റ്റിറ്റ്യൂട്ടിലെ കാര്യങ്ങൾ മുഖ്യമന്ത്രി സൂചിപ്പിച്ചില്ലെങ്കിലും അടൂർ ഗോപാലകൃഷ്ണൻ ഇപ്പോൾ ഈ കെ.ആർ. നാരായണൻ ഇൻസ്റ്റിറ്റ്യൂട്ടുമായി ബന്ധപ്പെട്ട വിവാദത്തിലെ കാര്യത്തിൽ അദ്ദേഹത്തിനെതിരെ എന്തെങ്കിലും ഒരു വിമർശനം ഉണ്ടായില്ല, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ അടൂർ ഗോപാലകൃഷ്ണനെ വിമർശിക്കുന്ന ഒരു സമീപനം മുഖ്യമന്ത്രിയുടെ പ്രസംഗത്തിൽ ഉണ്ടായില്ല എന്നത് തന്നെയാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. മാത്രവുമല്ല, അടൂർ ഗോപാലകൃഷ്ണന്റെ പരാമർശങ്ങൾ വലിയ വിവാദം ഉണ്ടാക്കുകയും അദ്ദേഹത്തിനെതിരെ സമരം, അതായത് ഈ ചലച്ചിത്ര മേഖലയിലുള്ള ആളുകൾ തന്നെ, ഇടതുപക്ഷത്തുള്ള ആളുകൾ തന്നെ അദ്ദേഹത്തിനെതിരെ നിലപാടുകൾ സ്വീകരിക്കുകയും ചെയ്ത ഒരു സാഹചര്യത്തിലാണ് ഇദ്ദേഹത്തെ ഒരു ഇതിഹാസകാരനായ ചലച്ചിത്രകാരൻ, അല്ലെങ്കിൽ അങ്ങനെ ഏറ്റവും മലയാളത്തിന് വലിയ മഹിമ നേടിത്തന്ന ചലച്ചിത്രകാരൻ എന്ന നിലയ്ക്ക് മുഖ്യമന്ത്രിയുടെ വാക്കുകൾ ഉണ്ടായത്. മാത്രവുമല്ല, സ്വയംവരത്തിന് മുൻപും പിൻപും അങ്ങനെ രണ്ട് കാലഘട്ടമായി മലയാള ചലച്ചിത്ര രംഗത്തെ വിഭജിച്ച, അല്ലെങ്കിൽ അങ്ങനെ ഒരു കാലഘട്ടം സൃഷ്ടിച്ച ഒരു ചലച്ചിത്രകാരനാണ് അടൂർ എന്ന് മുഖ്യമന്ത്രി പറയുമ്പോൾ അദ്ദേഹത്തിന് പരിപൂർണമായ പിന്തുണ നൽകുന്നു. വിവാദങ്ങളിലേക്ക് കടന്നില്ലെങ്കിൽ കൂടിയും മുഖ്യമന്ത്രിയുടെ നിലപാട് വ്യക്തമാണ്. കഴിഞ്ഞ ദിവസം എം.എ. ബേബിയും ഈ നിലയിൽ തന്നെയാണ് കാര്യങ്ങളെ സമീപിച്ചത്. അടൂരിനെ പിന്തുണച്ചായിരുന്നു എം.എ. ബേബിയുടെയും നിലപാട്. ഇപ്പോഴും ഇൻസ്റ്റിറ്റ്യൂട്ട് അടഞ്ഞുകിടക്കുന്ന സാഹചര്യമാണ്. അവിടെ വിദ്യാർത്ഥികൾ ഉന്നയിച്ചത് ഡയറക്ടർക്കെതിരെയുള്ള പരാതിയാണ്. അടൂരാകട്ടെ ചെയർമാനാണ്. ഒരു അന്വേഷണ കമ്മീഷൻ വന്നിരുന്നു. ഡയറക്ടർക്കെതിരെ നേരത്തെ ഉയർന്ന ജാതീയ വിവേചനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, പഠനകാര്യങ്ങളിൽ പോലും കുട്ടികളെ വേർതിരിച്ച് കാണുന്നു എന്ന ആരോപണം, അത് ഡയറക്ടർക്കെതിരെ ഉന്നയിച്ച ആരോപണങ്ങൾ ശരിയാണെന്ന് ഈ കമ്മീഷൻ ശരിവെക്കുന്ന നിലയിലാണ് കാര്യങ്ങൾ. പക്ഷേ അടൂരിനെതിരെ ഈ റിപ്പോർട്ടിൽ പ്രത്യേകിച്ച് പരാമർശമൊന്നുമില്ല. പിന്നീട് അടൂർ നടത്തിയ പരാമർശങ്ങളാണ് വിവാദമായത്. അവിടുത്തെ ജീവനക്കാരെയും അവിടെ താഴേക്കിടയിൽ ജോലി ചെയ്യുന്ന ആളുകളെയും അധിക്ഷേപിക്കുന്ന തരത്തിൽ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് ചില വാക്കുകൾ ഉണ്ടായി എന്നതാണ് വലിയ വിവാദമായത്. ഏതായിരുന്നാലും മുഖ്യമന്ത്രി അടൂരിനെ പ്രശംസിക്കുന്ന ഒരു നിലപാടാണ് ഇന്ന് സ്വീകരിച്ചത്. പോപ്പുലർ ഫ്രണ്ട് ഹർത്താൽ സംസ്ഥാനത്തുണ്ടാക്കിയ പുകിൽ അത്ര പെട്ടെന്നൊന്നും ആരുടെയും കൺമുന്നിൽ നിന്ന് മാഞ്ഞു പോകില്ല. പക്ഷേ കണ്ടതേയില്ല എന്ന് നടിച്ചാലോ? അതുകൊണ്ടാവും പോപ്പുലർ ഫ്രണ്ട് ഹർത്താൽ കേസിൽ സർക്കാരിന് ഹൈക്കോടതി അന്ത്യശാസനം നൽകിയത്. ഹർത്താലിലെ അക്രമങ്ങളുമായി ബന്ധപ്പെട്ട ജപ്തി നടപടികൾ ഉടൻ പൂർത്തിയാക്കണമെന്നാണ് നിർദ്ദേശം. റിപ്പോർട്ട് ഈ മാസം 23-നകം നൽകണമെന്നും കോടതി വ്യക്തമാക്കിയിരിക്കും.
സംസ്ഥാനത്ത് പോപ്പുലർ ഫ്രണ്ട് ഹർത്താലിലെ അക്രമങ്ങളുമായി ബന്ധപ്പെട്ട നടപടികൾ വൈകുന്നതിൽ ഹൈക്കോടതി അതൃപ്തി അറിയിച്ചു. ജപ്തി നടപടികൾ ഉടൻ പൂർത്തിയാക്കണമെന്ന് സർക്കാരിന് കോടതി അന്ത്യശാസനവും നൽകി. ജസ്റ്റിസ് ശങ്കരൻ അധ്യക്ഷനായ ഡിവിഷൻ ബെഞ്ചിന്റേതാണ് ഉത്തരവ്. ജപ്തി നടപടികൾ വേഗത്തിൽ പൂർത്തിയാക്കി റിപ്പോർട്ട് ഈ മാസം 23-നകം നൽകണം. ജില്ലാടിസ്ഥാനത്തിലായിരിക്കണം റിപ്പോർട്ട് നൽകേണ്ടതെന്നും നിർദ്ദേശമുണ്ട്. ജപ്തി നടപടികൾക്ക് നോട്ടീസ് നൽകേണ്ടതില്ലെന്നും ഡിവിഷൻ ബെഞ്ച് വിശദീകരിച്ചു. മിന്നൽ ഹർത്താലിൽ 5 കോടിയുടെ നഷ്ടമുണ്ടായതായാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ന്യൂസ് 18 കൊച്ചി. കൊല്ലം ചവറയിൽ നിന്ന് NIA ഇന്നലെ കസ്റ്റഡിയിലെടുത്ത മുഹമ്മദ് സാദിഖ് അറസ്റ്റിലായി. മുഹമ്മദ് സാദിഖ് PFIയുടെ റിപ്പോർട്ടറായി പ്രവർത്തിച്ചെന്നാണ് NIA കണ്ടെത്തൽ. മുഹമ്മദ് സാദിഖ് കൈമാറുന്ന വിവരങ്ങൾക്കനുസരിച്ചാണ് കൊല്ലേണ്ടവരുടെ പട്ടിക ഹിറ്റ് സ്ക്വാഡ് തയ്യാറാക്കുന്നതെന്നും NIA പറയുന്നു. അതിനിടെ കൊല്ലത്ത് ചാത്തനാംകുളം സ്വദേശി നിസാറുദ്ദീന്റെ വീട്ടിൽ NIA ഇന്ന് പരിശോധന നടത്തി. ഇയാൾ നേരത്തെ പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകനായിരുന്നു. നിസാറുദ്ദീന്റെ ഡയറിയും ആധാർ കാർഡും NIA സംഘം പിടിച്ചെടുത്തു. മറ്റ് ചില രേഖകളും വീട്ടിൽ നിന്ന് കണ്ടെത്തി. എന്നാൽ റെയ്ഡ് നടക്കുന്ന സമയത്ത് നിസാറുദ്ദീൻ വീട്ടിലുണ്ടായിരുന്നില്ല. പുലർച്ചെ 3-ന് ആരംഭിച്ച റെയ്ഡ് 6:30-യോടെ അവസാനിച്ചു. കിളികലൂർ പോലീസിന്റെ സഹായത്തോടെയായിരുന്നു പരിശോധന. പലയിടത്തും മോശം ഭക്ഷണമാണ്, സർവത്ര മായമാണ്. ഏറ്റവും ഒടുവിൽ പാലക്കാട് മിഠായി കഴിച്ച വിദ്യാർത്ഥികൾക്ക് തളർച്ചയും മയക്കവും എന്ന വാർത്ത വരുന്നു. മൂലങ്കോട് AUP സ്കൂളിലെ കുട്ടികൾക്കാണ് അസ്വസ്ഥത അനുഭവപ്പെട്ടത്. വിവരങ്ങളുമായി പ്രസാദ് ഉടുമ്പിശ്ശേരി തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ഇന്ന് 3 മണിക്കാണ് പാലക്കാട് മൂലങ്കോട് AUP സ്കൂളിലെ 5 കുട്ടികൾക്ക് മിഠായി കഴിച്ചതിനെ തുടർന്ന് തളർച്ചയും മയക്കവും ഉണ്ടായിട്ടുള്ളത്. കുട്ടികളെ പിന്നീട് ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചു. നമ്മളോടൊപ്പം ആ സ്കൂളിലെ അധ്യാപകർ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ഈ കുട്ടികൾ എന്തെല്ലാം അസ്വസ്ഥതകളാണ് കുട്ടികൾക്ക് ഉണ്ടായിട്ടുള്ളത്? കുട്ടികൾക്ക് ഒരു ചെറിയ തലകറക്കവും ഒരു മയക്കവുമാണ് ഉണ്ടായിട്ടുള്ളത്. ഓരോരോ മിഠായി കഴിച്ചതിൻ്റെ പേരിലാണെന്ന് ഞങ്ങൾ കരുതുന്നു. കാരണം മറ്റുള്ള കുട്ടികൾക്കൊന്നും ഇതുമായി ബന്ധപ്പെട്ട് യാതൊരു വിഷയവും ഉണ്ടായിട്ടില്ല. മിഠായി ആയിരിക്കാൻ കാരണമെന്ന് നമുക്ക് കൃത്യമായി പറയാൻ കഴിയില്ല. എങ്കിലും നമ്മൾ അതിലേക്കാണ് ഒരു വിരൽ ചൂണ്ടുന്നത്. ഈ കുട്ടികൾ എത്ര മണിക്കാണ് ഈ മിഠായി കഴിച്ചത്? ഏകദേശം ഉച്ചയ്ക്ക് ഭക്ഷണത്തിന് ശേഷം അവർ 5 മിഠായി വാങ്ങിച്ചിട്ട് വന്നു. അവരത് ഷെയർ ചെയ്ത് 5 പേരും ഓരോന്ന് മിഠായി കഴിച്ചതായിട്ട് പറയുന്നുണ്ട്. അതുമാത്രമാണ്, വേറെ മറ്റുള്ള വിഷയങ്ങളൊന്നും വിദ്യാലയത്തിൽ ഉണ്ടായിട്ടില്ല. നമ്മൾ മനസ്സിലാക്കുന്നത് എപ്പോഴാണ് ഈ കുട്ടികൾക്ക് പ്രശ്നമുണ്ടെന്ന് മനസ്സിലാക്കുന്നത് എപ്പോഴാണ്? അവർ ഒരു ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചതിന് ശേഷം കമ്പ്യൂട്ടർ പഠിക്കാൻ പോയപ്പോൾ സമയത്ത് അവർ ലാബിലൊരു ചെറിയ മയക്കം തോന്നിയപ്പോൾ അത് ടീച്ചറുടെ ശ്രദ്ധയിൽപ്പെടുകയും അതിനുശേഷമാണ് അവർ നേരെ തൊട്ടടുത്തുള്ള പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലേക്ക് കൊണ്ടുവന്നു. അതിനുശേഷം ആലത്തൂർ താലൂക്ക് ആശുപത്രിയിലേക്ക് റെഫർ ചെയ്തു. അവിടുന്ന് ട്രിപ്പൊക്കെ കൊടുത്തതിന് ശേഷം ഓക്കെ എങ്കിലും ഒരു ഒബ്സർവേഷന് വേണ്ടിയിട്ട് ജില്ലാ ആശുപത്രിയിലേക്ക് റെഫർ ചെയ്തു. അപ്പോൾ ഞങ്ങൾ അതുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇപ്പോൾ ജില്ലാ ആശുപത്രിയിലുണ്ട്. അപ്പം ആ കുട്ടികൾക്ക് മറ്റ് പ്രശ്നങ്ങളൊന്നും ഇല്ല നിലവിൽ. എന്ത് മിഠായിയാണ് കഴിച്ചിട്ടുള്ളത്? അവർ ഒരു ലൈം ബോംബ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മിഠായിയാണ് കഴിച്ചിട്ടുള്ളത്. അതിൻ്റെ കവറാണ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത്. അതായിരിക്കാം എന്ന് കരുതുന്നു എന്ന് മാത്രമേ. 5 കുട്ടികൾ അതേ ചോദിച്ചപ്പോൾ സെയിം മിഠായിയാണ് കഴിച്ചിട്ടുള്ളത്. ഇത് അവിടെ സ്കൂളിൻ്റെ അടുത്തുള്ള കടയിൽ സ്കൂളിൻ്റെ അടുത്തുള്ള കടയല്ല, കുറച്ച് അകലെയുള്ള കടയാണ്. ഒരു കുട്ടിയുടെ വീട് ആ കടയുടെ അടുത്തുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അവൻ വീട്ടിൽ നിന്നും പൈസ അവർ കൊടുത്തപ്പോൾ അവിടെ വാങ്ങിച്ചിട്ട് വന്നത്. വിദ്യാലയത്തിൻ്റെ പരിസരത്തുള്ള കടയല്ല അത്. അല്ല. ഇപ്പം എന്താ പറഞ്ഞു ആശുപത്രി അധികൃതർ എന്താ പറഞ്ഞിട്ടുള്ളത്? ഇപ്പോൾ വേറെ ഫുഡൊക്കെ വാങ്ങിച്ചു കൊടുത്തു. അപ്പോൾ കുട്ടികൾക്ക് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ ഒരു അരമണിക്കൂറിന് ശേഷം ഞങ്ങൾക്ക് വീട്ടിലേക്ക് പോകാമെന്നുള്ളതാണ് പറഞ്ഞത്. ആദ്യമായിട്ടാണോ ഇങ്ങനൊരു സംഭവം? ആദ്യമായിട്ടാണ്. ഈ കുട്ടികൾ മുമ്പ് കുട്ടികളോട് ചോദിച്ചിരുന്നു ഈ കുട്ടികൾ ഇതിനു മുമ്പ് മറ്റ് വേറെ കടകളിൽ നിന്ന് ഇത്തരത്തിലുള്ള മിഠായി കഴിച്ചിട്ടുണ്ട്. ഇന്നാണ് ഇപ്പോൾ ഇങ്ങനെയൊരു സംഭവം റിപ്പോർട്ട് ചെയ്തത്. അതായത് ഈ മിഠായി മുമ്പ് കഴിച്ചിട്ടുണ്ട്. അന്ന് പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല എന്നാണ് കുട്ടികൾ പറയുന്നത്. ഇന്നിപ്പോൾ ഈ മിഠായി കഴിച്ചത് ഈ മിഠായി മാത്രമാണോ വേറെ എന്തെങ്കിലും കഴിച്ചതായിട്ട് കുട്ടികൾ പറയുന്നുണ്ടോ? ഇല്ല, വേറെ ഒന്നും കഴിച്ചിട്ടില്ല. കാരണം ഇവർ മാത്രമാണ് ഈ മിഠായി കഴിച്ചിട്ടുള്ളൂ. അല്ലെങ്കിൽ വേറെ മറ്റുള്ള ഫുഡിൽ നിന്നൊക്കെ ആണെങ്കിൽ എല്ലാ കുട്ടികൾക്കും ബാധകമാകുമായിരുന്നല്ലോ. ഉണ്ടായിട്ടില്ല. ഇതാണ് അധ്യാപകനായ റോയ്. അദ്ദേഹമാണ് ഈ കാര്യം വ്യക്തമാക്കിയിട്ടുള്ളത്. മറ്റു മിഠായിയൊന്നും കഴിച്ചിട്ടില്ല. ലൈം ബോംബ് എന്ന് പറയുന്ന ഈ മിഠായിയാണ് കഴിച്ചിട്ടുള്ളത്. 5 കുട്ടികളും ഇപ്പോൾ ജില്ലാ ആശുപത്രിയിലുണ്ട്. അവർ അല്പസമയം നിരീക്ഷണത്തിന് ശേഷം മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ല. തുടക്കത്തിൽ തളർച്ചയും മയക്കവും തോന്നിയതിനെ തുടർന്നാണ് വിദഗ്ധ ചികിത്സയ്ക്കായി കൊണ്ടുവന്നിട്ടുള്ളത്. എന്തായാലും കുറച്ച് സമയത്തിന് ശേഷം അവരെ വീടുകളിലേക്ക് വിടും എന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത്. എന്തായാലും ഈ മിഠായി കഴിച്ച 5 കുട്ടികൾക്കുമാണ് ഇത്തരം അസ്വസ്ഥത ഉണ്ടായിട്ടുള്ളത്. കളമശ്ശേരിയിൽ പഴകിയ ഇറച്ചി വിറ്റ് സ്ഥാപനങ്ങളുടെ പേര് പുറത്ത്. നഗരസഭാ സെക്രട്ടറിയെ LDF നേതൃത്വത്തിൽ ഉപരോധിച്ചതിന് പിന്നാലെയാണ് സ്ഥാപനങ്ങളുടെ പേര് പുറത്തുവിടാൻ അധികൃതർ തയ്യാറായത്. നഗരസഭാ സെക്രട്ടറിയുടെ സീൽ പതിച്ച ലിസ്റ്റ് DYFI പ്രവർത്തകരാണ് പുറത്തുവിട്ടത്.
ഹോട്ടലുകൾക്കെതിരെ നടപടിയുമായി സംസ്ഥാന സർക്കാർ മുന്നോട്ടു പോകുമ്പോഴും സംസ്ഥാനത്ത് ഇന്നും പഴകിയ ഭക്ഷണം പിടികൂടി. വടക്കൻ പറവൂരിലെ കൂമ്പാരിസ് ഹോട്ടലിൽ നിന്നാണ് പഴകിയ ഭക്ഷണങ്ങൾ പിടിച്ചെടുത്തത്. അതേസമയം കഴിഞ്ഞ ദിവസം ഭക്ഷ്യവിഷബാധ ഉണ്ടായ എറണാകുളം വടക്കൻ പറവൂരിലെ മജ്ലിസ് ഹോട്ടലുടമയെ ഇനിയും പിടികൂടാനായിട്ടില്ല. ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ച 68 പേർക്കാണ് ഇതുവരെ ഭക്ഷ്യവിഷബാധ ഏറ്റത്. സംസ്ഥാനത്ത് ആവർത്തിക്കുന്ന ഭക്ഷ്യവിഷബാധയിൽ ഇടപെട്ട് ഹൈക്കോടതി. കുറ്റക്കാർക്കെതിരെ എന്ത് നടപടി സ്വീകരിച്ചെന്ന് അറിയിക്കാൻ കോടതി ആവശ്യപ്പെട്ടു. റിപ്പോർട്ട് 2 ആഴ്ചയ്ക്കുള്ളിൽ നൽകണം. ചീഫ് ജസ്റ്റിസിന്റെ ബെഞ്ചിന്റേതാണ് നടപടി. മറുവശത്ത് വിഷം വിളമ്പുന്നത് ഒഴിവാക്കാൻ സർക്കാർ ശ്രമം. ഫെബ്രുവരി 1 മുതൽ ഹോട്ടലുകളിൽ ജോലി ചെയ്യുന്നവർക്ക് ഹെൽത്ത് കാർഡ് നിർബന്ധമാക്കും. പരിശോധിക്കാതെ ലൈസൻസ് നൽകിയാൽ ഡോക്ടറുടെ രജിസ്ട്രേഷൻ റദ്ദാക്കും. സേഫ് ഫുഡ് ഡെസ്റ്റിനേഷൻ ആക്കുകയാണ് ലക്ഷ്യമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് പറഞ്ഞു. തൊഴിൽ, തദ്ദേശം, ആരോഗ്യം വകുപ്പുകളുടെ നേതൃത്വത്തിൽ പഴുതടച്ച നടപടി ഉണ്ടാകുമെന്നും മന്ത്രി അറിയിച്ചു. ഫെബ്രുവരി 1 മുതൽ ഹെൽത്ത് കാർഡ് ഇല്ലാത്ത ജീവനക്കാരുള്ള സ്ഥാപനങ്ങൾ പ്രവർത്തിക്കാൻ അനുവദിക്കില്ല എന്നുള്ളത് തന്നെയാണ്. അത് സംബന്ധിച്ചിട്ടുള്ള പരിശോധനകൾ അതൊരു 10 ദിവസത്തെ ഒരു ഇടവേള. നമ്മൾ ഇന്ന് 18 അപ്പോൾ അവരുമായിട്ട് ചർച്ച നടത്തിയ ഒരു 2 ആഴ്ച സമയം. അതൊരു ഫെബ്രുവരി 1 മുതൽ എല്ലാ സ്ഥാപനങ്ങളിലും പ്രവർത്തിക്കുന്ന, അതായത് ഹോട്ടലുകളിലും റെസ്റ്റോറൻറ്റുകളിലും പ്രവർത്തിക്കുന്ന ആളുകൾക്ക് ഹെൽത്ത് കാർഡ് ഉണ്ടാകണം എന്നുള്ളത് വളരെ കർശനമായി തന്നെ നടപ്പിലാക്കും. അപ്പോൾ അതിൽ മറ്റൊരു വിഷയം കൂടി കണ്ടു. ഇപ്പോൾ ഒരു പരിശോധന നടത്തുന്നത് എളുപ്പമാക്കാൻ വേണ്ടി ഒരു ഡോക്ടറെ കണ്ടിട്ട് ഇത് എഴുതി വാങ്ങിക്കുന്ന രീതി ഉണ്ട് എന്ന് ഈ ചർച്ചയിൽ തന്നെ അവർ പറഞ്ഞു. അങ്ങനെ വ്യാജമായി ഏതെങ്കിലും സർട്ടിഫിക്കറ്റ്, ഹെൽത്ത് കാർഡ് ലഭ്യമാകുന്നതിന് വേണ്ടി ഏതെങ്കിലും ഡോക്ടറോ അങ്ങനെ കൊടുത്താൽ രജിസ്ട്രേഷൻ ഉൾപ്പെടെ റദ്ദാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിക്കും. രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ യാത്ര എന്ത് മാറ്റമാണ് ഉണ്ടാക്കിയത്? നരേന്ദ്രമോദിയുടെ രാഷ്ട്രീയ തന്ത്രങ്ങളിൽ വിജയം തുടരുമോ BJP? ആദ്യ ഉത്തരം പറയാൻ വീണ്ടും തെരഞ്ഞെടുപ്പ് കാലം വരും. 3 വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലെയും ലക്ഷദ്വീപിലെയും തെരഞ്ഞെടുപ്പ് തീയതികൾ പ്രഖ്യാപിച്ചു. ത്രിപുരയിൽ ഫെബ്രുവരി 16-നും മേഘാലയ, നാഗാലാൻഡ് സംസ്ഥാനങ്ങളിൽ ഫെബ്രുവരി 27-നും നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കും. ജമ്മു കാശ്മീർ തെരഞ്ഞെടുപ്പ് എല്ലാ ഘടകങ്ങളും പരിശോധിച്ച ശേഷം മാത്രമാണെന്നും കമ്മീഷൻ വ്യക്തമാക്കി. 3 വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലെയും ലക്ഷദ്വീപിലെയും തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ മാർച്ച് 2-നാണ്. ഫെബ്രുവരി 16-ന് തെരഞ്ഞെടുപ്പ് നടക്കുന്ന ത്രിപുരയിൽ ജനുവരി 21-ന് വിജ്ഞാപനം പുറപ്പെടുവിക്കും. മേഘാലയയിലും നാഗാലാൻഡിലും തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം ജനുവരി 31-ന്. ലക്ഷദ്വീപിലെ ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പും ഫെബ്രുവരി 27-ന് നടക്കും. 3 വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലായി 62.8 ലക്ഷം വോട്ടർമാരാണ് പോളിംഗ് ബൂത്തിലേക്ക് എത്തേണ്ടത്. ഇതിൽ 31.47 ലക്ഷം പേർ സ്ത്രീകളാണ്. 1,76,000 പേർ കന്നി വോട്ടർമാർ. എല്ലായിടത്തും ഒറ്റഘട്ടമായാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. The date of issue of notification in case of Tripura would be January 21 and last date of making nominations January 30. We will also put it on social media account of ours immediately so that you can take this. You can put it right now. So if you want, it can be downloaded from our sweep handle. Meghalaya and Nagaland would have it on 31st January and thereafter both of them have the poll together. The date of poll would be February 16th in case of Tripura and February 27th. So we are finishing all the polling in the February 27th, within February itself. This is to take into account, this has taken into account that the examinations schedules are also taken into account and that children are not really disturbed by this to the extent possible. So since most of the exams are by and large in March, we have tried to finish this in February itself, and no polling station is in any school which is a CBSE related school whose CBSE schedule has come. So there is only one paper before this, but we have ensured that in no school there is a CBSE center or a CBSE school. Meghalaya and Nagaland poll on the same day. That means the February 27th would be date of poll and January 31st being the date of notification. 3 സംസ്ഥാനങ്ങളിലുമായി 9,125 പോളിംഗ് സ്റ്റേഷനുകൾ തയ്യാറാകും. ഇതിൽ 70% പോളിംഗ് സ്റ്റേഷനുകളിലും വെബ്കാസ്റ്റിംഗ് ഉണ്ടായിരിക്കും.
376 പോളിംഗ് സ്റ്റേഷനുകൾ വനിതാ ജീവനക്കാരാണ് മുഴുവനായും നിയന്ത്രിക്കുന്നത്. വധശ്രമക്കേസിൽ 10 വർഷം തടവിന് ശിക്ഷിക്കപ്പെട്ട മുഹമ്മദ് ഫൈസലിനെ അയോഗ്യനാക്കിയതിനെ തുടർന്നാണ് ലക്ഷദ്വീപിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അക്രമരഹിതമായ തെരഞ്ഞെടുപ്പ് നടത്താൻ കമ്മീഷൻ പ്രതിജ്ഞാബദ്ധമാണെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ വ്യക്തമാക്കി. 2024 പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലെ ഫലം BJPക്കും കോൺഗ്രസിനും ഒരുപോലെ നിർണായകമാണ്. നാഷണൽ ഡെസ്ക്, ന്യൂസ് 18. അതിനിടെ തെലങ്കാനയിൽ മൂന്നാം മുന്നണിയുടെ സാധ്യതകൾ തേടി പ്രതിപക്ഷ കക്ഷികളുടെ വൻ കൂട്ടായ്മ. BRS സംഘടിപ്പിച്ച പൊതുസമ്മേളനത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ, ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ, തെലങ്കാന മുഖ്യമന്ത്രി ചന്ദ്രശേഖര റാവു തുടങ്ങിയവർ പങ്കെടുത്തു. കേന്ദ്ര സർക്കാർ ജനാധിപത്യത്തെയും ഫെഡറലിസത്തെയും ദുർബലമാക്കിയെന്ന് പിണറായി ആഞ്ഞടിച്ചു. ഗവർണർ പദവി ദുരുപയോഗം ചെയ്യുന്നു. ഹിന്ദിക്ക് കൂടുതൽ പ്രാധാന്യം നൽകുന്നത് പ്രാദേശിക ഭാഷകളെ ബാധിക്കുമെന്നും പിണറായി വിമർശിച്ചു. ിടെ ഇന്ന് നടക്കാനിരുന്ന യോഗങ്ങളെല്ലാം നാളത്തേക്ക് മാറ്റി. വിവാദങ്ങളിൽ തന്റെ പേര് വലിച്ചിഴക്കുകയാണെന്ന് ജോസ് കെ മാണി CPMന് പരാതി നൽകി. കാട്ടാനയും കടുവയും പുലിയും നാട്ടിലിറങ്ങി വിലസുകയാണ്. പൊറുതി മുട്ടുകയാണ് പൊതുജനം. പാലക്കാട് ധോണിയിൽ ഇന്ന് പുലർച്ചെയും PT7 ഇറങ്ങി നാശം വിതച്ചു. നെൽകൃഷി നശിപ്പിച്ച കാട്ടാന വീടിന്റെ ചുറ്റുമതിലും തകർത്തു. ഇതിനു പുറമെ അകത്തെ തറയിൽ കാട്ടാനക്കൂട്ടവും ഇറങ്ങി. പട്ടാപ്പകൽ പട്ടാമ്പി മുളയങ്കാവ് ടൗണിൽ കാട്ടുപന്നിക്കൂട്ടമാണ് ഇറങ്ങിയത്. ചൊവ്വാഴ്ച രാവിലെ 9 മണിയോടെയായിരുന്നു സംഭവം. വലിയ കാട്ടുപന്നികളും കുട്ടികളും അടക്കം 10ഓളം വരുന്ന കാട്ടുപന്നിക്കൂട്ടമാണ് ടൗണിൽ ഇറങ്ങിയത്. പ്രവീൺ റാണ പ്രതിയായ സേഫ് ആൻഡ് സ്ട്രോങ് തട്ടിപ്പ് കേസിൽ ആരോപണ വിധേയനായ പോലീസ് ഉദ്യോഗസ്ഥന് സസ്പെൻഷൻ. തൃശൂർ റൂറൽ പോലീസ് PRO ആയിരുന്ന സാന്റോ അന്തിക്കാടിനെയാണ് സസ്പെൻഡ് ചെയ്തത്. പ്രവീൺ റാണ നിർമ്മിക്കുകയും നായകനായി അഭിനയിക്കുകയും ചെയ്ത ചോരൻ എന്ന ചിത്രത്തിന്റെ സംവിധായകനായിരുന്നു. തൃശൂർ റേഞ്ച് DIGയുടേതാണ് നടപടി. അനുമതിയില്ലാതെ സിനിമ സംവിധാനം ചെയ്തതിനാണ് നടപടി. കർദിനാളിന് സുപ്രീം കോടതിയുടെ വിമർശനം. ഭൂമി ഇടപാട് കേസിൽ ഹാജരാകാത്തതിനാലാണ് വിമർശനം. നിയമം പാലിക്കാൻ കർദിനാളിനും ബാധ്യതയുണ്ടെന്ന് സുപ്രീം കോടതി പറഞ്ഞു. നേരിട്ട് ഹാജരാകുന്നതിൽ ഇളവ് ആവശ്യപ്പെട്ട ഹർജി കോടതി നേരത്തെ തള്ളിയിരുന്നു. കോട്ടയം എൻഫോഴ്സ്മെന്റ് RTO ഓഫീസിൽ ലക്ഷങ്ങളുടെ കോഴ ഇടപാടാണ് കണ്ടെത്തിയത്. തെള്ളകത്തെ എൻഫോഴ്സ്മെന്റ് RTO ഓഫീസിൽ 3 അസിസ്റ്റന്റ് MBIമാർ പ്രതിമാസം 3 ലക്ഷം രൂപ വരെ കൈക്കൂലി വാങ്ങിയതിന്റെ തെളിവും വിജിലൻസിന് കിട്ടി. ഷാജൻ, അജിത് ശിവൻ, അനിൽ എന്നിവർക്കെതിരെ വകുപ്പ് തല നടപടിക്ക് വിജിലൻസ് ശുപാർശ ചെയ്യും. ഇവർ ബന്ധുക്കളുടെ അക്കൗണ്ടിലേക്ക് ഇടനിലക്കാരൻ വഴിയാണ് പണം കൈമാറിയത്. ഇടനിലക്കാരൻ രാജീവിന്റെ ഫോണിൽ നിന്ന് പണം കൈമാറ്റത്തിന്റെ തെളിവുകളും വിജിലൻസിന് കിട്ടി. ടിപ്പർ ലോറികളുടെ നിയമലംഘനങ്ങൾക്ക് നേരെ കണ്ണടയ്ക്കുന്നതിനായിരുന്നു ഈ കൈക്കൂലി. മാധ്യമങ്ങൾക്ക് മാധ്യമധർമ്മം നിർവഹിക്കാൻ കഴിയാത്ത സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നുവെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ചുരുക്കം ചില മാധ്യമങ്ങൾ മാത്രമാണ് ഇതിൽ നിന്ന് വേറിട്ട് നിൽക്കുന്നത്. കേന്ദ്ര സർക്കാർ തങ്ങളുടെ ഇംഗീതത്തിനനുസരിച്ച് പ്രവർത്തിക്കാൻ മാധ്യമങ്ങളെ നിർബന്ധിക്കുന്നുവെന്നും മുഖ്യമന്ത്രി വിമർശിച്ചു. ചില മാധ്യമങ്ങൾ ആളുകളെ ഭിന്നിപ്പിക്കുന്നു എന്നായിരുന്നു CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയുടെ വിമർശനം. ഭൂരിപക്ഷം മാധ്യമങ്ങളും വലതുപക്ഷ താൽപര്യങ്ങൾക്ക് വേണ്ടി വാർത്തകൾ സൃഷ്ടിക്കുന്നുവെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞു. ദേശാഭിമാനിയുടെ 80ാം വാർഷികത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ച പരിപാടിയിലാണ് നേതാക്കളുടെ പ്രതികരണം. യൂത്ത് ലീഗ് സെക്രട്ടേറിയറ്റ് മാർച്ചിൽ സംഘർഷം. 1 മണിക്കൂറോളം തലസ്ഥാനത്തെ യുദ്ധക്കളമാക്കിയ മാർച്ചിൽ 10 പ്രവർത്തകർക്കും 3 പോലീസുകാർക്കും പരിക്കേറ്റു. മാധ്യമപ്രവർത്തകരെയും സമരക്കാർ ആക്രമിച്ചു. KPCC ട്രഷറർ പ്രതാപ് ചന്ദ്രന്റെ മരണത്തിൽ മുഖ്യമന്ത്രിക്ക് കുടുംബത്തിന്റെ പരാതി. കോൺഗ്രസ് നേതാക്കൾ മാനസികമായി പീഡിപ്പിച്ചുവെന്ന് പരാതിയിൽ പറയുന്നു. സുധാകരന്റെ സമ്മർദ്ദം മൂലമാണ് DGPക്ക് നൽകിയ പരാതി പിൻവലിച്ചത്. അന്വേഷിച്ച് നടപടിയെടുക്കുമെന്ന് സുധാകരൻ വാക്ക് നൽകി. മരണത്തെക്കുറിച്ച് അന്വേഷിച്ച് തങ്ങൾക്ക് നീതി ലഭ്യമാക്കണമെന്നും മക്കൾ മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയിൽ പറയുന്നു. ജനതാദൾ എസിൽ ലയിക്കാനുള്ള LJDയുടെ തീരുമാനത്തിന് JDS സംസ്ഥാന സമിതിയുടെ അംഗീകാരം. മാത്യു ടി തോമസ് അധ്യക്ഷനായി തുടരും. MV ശ്രേംസ്കുമാർ JDS ദേശീയ സെക്രട്ടറിയാകും. 7 വീതം ജില്ലാ കമ്മിറ്റികളുടെ അധ്യക്ഷസ്ഥാനം ഇരുവിഭാഗങ്ങളും പങ്കിടാനും ധാരണയായി. മന്ത്രി സജി ചെറിയാന്റെ വിവാദ പ്രസംഗക്കേസിൽ CBI അന്വേഷണ ആവശ്യം അപക്വമെന്ന് ഹൈക്കോടതി. അന്വേഷണ സംഘത്തിന്റെ റഫർ റിപ്പോർട്ടിനെതിരെ തടസ്സ ഹർജിയുമായി മജിസ്ട്രേറ്റ് കോടതിയെ സമീപിക്കാമെന്നും ജസ്റ്റിസ് സിയാദ് റഹ്മാൻ നിരീക്ഷിച്ചു. കേസിൽ സജി ചെറിയാനെതിരെ തെളിവില്ലെന്നായിരുന്നു അന്വേഷണ സംഘത്തിന്റെ റഫർ റിപ്പോർട്ട്.
ഇലന്തൂർ ഇരട്ട നരബലി കേസിലെ രണ്ടാമത്തെ കുറ്റപത്രം ശനിയാഴ്ച കോടതിയിൽ സമർപ്പിക്കും. റോസ്ലി കൊലക്കേസിലെ കുറ്റപത്രമാണ് പെരുമ്പാവൂർ JFCM കോടതിയിൽ സമർപ്പിക്കുന്നത്. മുഹമ്മദ് ഷാഫി, ഭഗവത് സിംഗ്, ലൈല എന്നിവരാണ് പ്രതികൾ. കഴിഞ്ഞ ജൂൺ 8-നാണ് മുഹമ്മദ് ഷാഫി റോസ്ലിയെ തട്ടിക്കൊണ്ടുപോയി ഭഗവത് സിംഗിന്റെ വീട്ടിലെത്തിച്ചത്. ഷാഫിയും ഭഗവത് സിംഗും സിംഗിന്റെ ഭാര്യ ലൈലയും ചേർന്ന് റോസ്ലിയെ കൊലപ്പെടുത്തിയെന്നും ശരീരം വെട്ടി നുറുക്കി കുഴിച്ചിട്ടു എന്നുമാണ് റിപ്പോർട്ടിൽ പറയുന്നത്. കേസിൽ സാഹചര്യ തെളിവുകളും ശാസ്ത്രീയ തെളിവുകളും അവലംബിച്ചാണ് അന്വേഷണം നടത്തിയത്. യുക്രൈൻ തലസ്ഥാനം കീവിന് സമീപം ഹെലികോപ്റ്റർ അപകടത്തിൽ യുക്രൈൻ ആഭ്യന്തരമന്ത്രിയടക്കം 18 പേർ കൊല്ലപ്പെട്ടു. ആഭ്യന്തരമന്ത്രി ഡെനിസ് മൊണാസ്ട്രിഗി, പ്രസിഡൻഷ്യൽ ഓഫീസിന്റെ ഡെപ്യൂട്ടി ഹെഡ് കിർലോ മോഷൻകോ ഉൾപ്പെടെ കൊല്ലപ്പെട്ടു. ഹെലികോപ്റ്റർ തകർന്നു വീണത് ബ്രോവറിയിലെ കിൻഡർ ഗാർട്ടന് സമീപത്തായിരുന്നു. ഇവിടെയുണ്ടായിരുന്ന 3 കുട്ടികൾ ഉൾപ്പെടെ 9 പേരും കൊല്ലപ്പെട്ടു. റഷ്യയുടെ ആക്രമണത്തെ തുടർന്നാണ് അപകടമെന്ന് പ്രദേശവാസികൾ ആരോപിച്ചു. റിലയൻസ് ഇൻഡസ്ട്രീസ് ചെയർമാൻ മുകേഷ് അംബാനിയുടെയും നിത അംബാനിയുടെയും മകൻ ആനന്ദ് അംബാനിയുടെ വിവാഹ നിശ്ചയത്തോടനുബന്ധിച്ച് ഗോൾധാന ചടങ്ങ് നാളെ നടക്കും. പരമ്പരാഗത ഗുജറാത്തി ശൈലിയുള്ള നിശ്ചയ ചടങ്ങാണ് ഗോൾധാന. രാധിക മർച്ചന്റിനെയാണ് ആനന്ദ് അംബാനി വിവാഹം കഴിക്കുന്നത്. നിശ്ചയത്തോടനുബന്ധിച്ച് മെഹന്തി ആഘോഷം ഇന്നലെ നടന്നു. വിവാഹ നിശ്ചയത്തോടനുബന്ധിച്ചുള്ള റോക്ക ചടങ്ങ് ഡിസംബർ 29-ന് രാജസ്ഥാനിലെ ശ്രീനാഥ്ജി ക്ഷേത്രത്തിൽ നടന്നിരുന്നു. വിരേൻ മർച്ചന്റിന്റെയും ശൈലയുടെയും മകളായ രാധിക മർച്ചന്റ് ഭരതനാട്യം നർത്തകി കൂടിയാണ്. ക്രിക്കറ്റിൽ പുതുചരിത്രമെഴുതി ഇന്ത്യൻ യുവതാരം ശുഭ്മാൻ ഗിൽ ന്യൂസിലൻഡിനെതിരായ ആദ്യ ഏകദിനത്തിൽ ഇരട്ട സെഞ്ചുറി അടിച്ചു. ഫെർഗൂസനെ തുടരെ 3 സിക്സ് അടിച്ചാണ് ഗിൽ ഇരട്ട സെഞ്ചുറി തികച്ചത്. 145 പന്തിൽ 200 തികച്ച ഗിൽ 149 പന്തിൽ 208 റൺസ് എടുത്ത് പുറത്തായി. ഇരട്ട സെഞ്ചുറി നേടുന്ന 5ാമത്തെ ഇന്ത്യൻ താരവും ഏറ്റവും പ്രായം കുറഞ്ഞ താരവുമായി ശുഭ്മാൻ ഗിൽ. ടോപ്പ് 18 പൂർണ്ണമാകും. നമസ്കാരം.